ഇത് പറ്റി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, വിജയ് ഒരു നടൻ മാത്രമാണ്, വിജയ് ഒരു സ്റ്റാർ മാത്രമാണ്. അയാൾ ചിലപ്പോൾ നടന്ന ആവാം, അങ്ങനത്തെ റോൾസ് അതും ചെയ്തിട്ടുണ്ടല്ലോ ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ട്. പുള്ളി ഈ രജനികാന്ത് നല്ല ആക്ടർ ആയിരുന്നു പണ്ട്, ഇവരെല്ലാം ആദ്യം നല്ല ആക്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഈ സ്റ്റേജ് കഴിയുമ്പോഴാണ് ഫാൻസിന് വേണ്ടി സിനിമകൾ ചെയ്യാൻ തുടങ്ങി. അത് തന്നെയാണ് മോഹൻലാൽ സംഭവിച്ചത്. ഇവിടുത്തെ മലയാളികൾ സമ്മതിക്കില്ല. മമ്മൂട്ടി ഇസ് മോർ ആൻ ആക്ടർ ദാൻ സ്റ്റാർ. ഈ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാം. മമ്മൂട്ടി മോഡൽ എടുത്ത് കഴിഞ്ഞാൽ ബേസിക്കലി രണ്ടും ചെയ്യണ്ട. മോഡൽ പണ്ട് ചെയ്യാൻ ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ മാസാണ് കൂടുതൽ. ഇവർ രണ്ടുപേരും രണ്ടും ചെയ്യാൻ കഴിവുള്ളവരാണ്. മാസും ക്ലാസ്സും ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ ഇപ്പൊ മോഡൽ മാറ്റം വന്നിട്ടുണ്ട് അനശ്വരത്തിന് ശേഷം. ഇപ്പൊ കമലഹാസൻ പറഞ്ഞ പ്യൂർലി ആർട്ടിസ്റ്റിക് ആണ്, രജനികാന്ത് പക്ക മസാലയാണ്. ഈ രണ്ട് കോമ്പിനേഷൻ ആണ് ശരിക്കും ആക്ടർ വരുന്നത്. ഇപ്പൊ നെടുമുടിയുടെ അടുത്ത് ഈ ഓൺലൈൻ ആക്ടർ സ്റ്റാർട്ടും ഇല്ല. ഇത് രണ്ടും ഉള്ളത് മമ്മൂട്ടിക്ക് മോഡലാണ്. ഈ വിജയുടെ കാര്യത്തില് എങ്ങനെയാ? വിജയ് ഓൺലി സ്റ്റാർ. അപ്പൊ പുള്ളി നന്നായിട്ട് അഭിനയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പുള്ളിക്ക് അങ്ങനത്തെ റോൾസ് ചെയ്യാൻ പറ്റില്ല. കാരണം രജനികാന്ത് ബാദ്ഷ വരെ നല്ല ഫിലിം ചെയ്ത ആളായിരുന്നു. അത് കഴിഞ്ഞാൽ പുള്ളി ഒരു സൂപ്പർവുമനായിട്ട് മാറി. പുള്ളിക്ക് അങ്ങനെ സിനിമ ചെയ്താലേ ഇത് ഓടുള്ളൂ. നല്ല മറ്റേ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കില്ല, കഴിവുണ്ടാവാം, പക്ഷെ നല്ല സിനിമ ചെയ്യാൻ അങ്ങനത്തെ സിനിമ സെലക്ട് ചെയ്യുന്നില്ല. നല്ല സിനിമ നല്ല മാസ്കായി പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. അത് പുള്ളിയുടെ ഫാൻസ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇതേ സംഭവം മോഹൻലാലിന് സംഭവിച്ചാൽ നരസിംഹം ശേഷം ഇവിടുത്തെ മലയാളികൾ സംഭവിച്ചില്ല. ഇപ്പൊ എത്ര മോശം സിനിമയാണ് രജനികാന്ത് ഒരുപാട് നല്ല സിനിമ കാണുന്നുണ്ട്. പക്ഷെ പുള്ളി രജനികാന്ത് കാണുന്നുണ്ടോ? പല സിനിമയും കാണുന്നുണ്ട്, നല്ല ക്ലാസ് പടങ്ങളെല്ലാം കണ്ട അഭിപ്രായം പറയണ്ട. പക്ഷെ പുള്ളിക്ക് അങ്ങനെ പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ ഫാൻസ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഓഡിയൻസ് സമ്മതിക്കില്ല. പുള്ളിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന മാസ് ഫിലിമാണ്. ഇതന്നെയാണ് വിജയ്ക്ക് സംഭവിച്ചത്. വിജയ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്, പക്ഷെ വിജയ് സിനിമ വിടാൻ പാടില്ല, രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനായി. പഴയ MGR പറഞ്ഞ ആക്ഷൻ ഉണ്ടായി, അതായത് രാഷ്ട്രീയ സിനിമ മെയിൻറ്റെയിൻ ചെയ്താണ്, രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനായി. വിജയുടെ ഇപ്പൊ രജനികാന്തിനെക്കാട്ടും ക്രൗഡ് ഉള്ളത് വിജയാണ്. വിജയുടെ താങ്കൾക്ക് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചു തോന്നിയ ഒരു സിനിമ ഏതാണ്? ഞാൻ കണ്ടിരിക്കുന്നത് മിക്ക പുള്ളിയുടെ മാസ് ഫിലിംസ് ആണ്. പഴയ സിനിമകൾ പറഞ്ഞാലും മതി. പഴയത് അധികം ഞാൻ കണ്ടിട്ടില്ല. ആദ്യകാലത്ത് അധികം കണ്ടിട്ടില്ല. ഈ തുള്ളാത മനവും മാസൊക്കെ ഞാൻ കൂടുതൽ കണ്ടിരിക്കണം. മാസ് സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. മാസ് പടങ്ങൾ വലിയ കണ്ടിട്ടുണ്ട്. തുള്ളാത മനത്തോളം കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ കുറച്ചെല്ലാം കണ്ടിട്ടുണ്ട്, പുള്ളിയെ കണ്ടിട്ടില്ല. ആദ്യകാലത്തിൽ കുറച്ചെല്ലാം മൂവീസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് പുള്ളിയുടെ ഓഡിയൻസ് മാറിപ്പോയി. ഇതേ പ്രോബ്ലം സൂര്യക്ക് പറ്റിയത്. സൂര്യ കുറെ നല്ല ഫിലിംസ് ചെയ്യുന്ന ആളായിരുന്നു, പിന്നെ സിംഗുകൾ വന്ന് പുള്ളിയുടെ ലെവൽ മാറി. ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പൊ മമ്മൂട്ടി പല ക്ലാസ് പടം ചെയ്യുന്നിടയ്ക്ക് ടർബോ ചെയ്ത മാസിനെ രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിപ്പോ മോഹൻലാലിനെ പോലും പറ്റുന്നില്ല.